എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു സെഷനാണ്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ശ്രീ രജീഷാണ്. അദ്ദേഹം ഗയാഹുഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഫൗണ്ടറാണ്. ഗയാഹുഡ് എന്ന് വെച്ചാൽ ഒരു എക്സ്പ്ലെയിനർ ആനിമേഷൻ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നൊരു സ്ഥാപനമാണ്. അപ്പോൾ രജീഷ്, സ്വാഗതം ഈ ഒരു സെഷനിലേക്ക്. നമസ്കാരം. നമസ്കാരം. താങ്ക് യു. ഓക്കെ, അപ്പം ഈ ശരിക്കും ഈ എക്സ്പ്ലെയിനർ ആനിമേഷൻ വീഡിയോയുടെ ഒരു സാധ്യത എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ഒരു വലിയൊരു സാധ്യതയാണ്. അപ്പോൾ ഈ ആദ്യം ഒന്ന് രജീഷ് ഒന്ന് പറയാം, എന്താണ് എക്സ്പ്ലെയിനർ ആനിമേഷൻ വീഡിയോ എന്നൊന്ന് പറയുവാണെങ്കിൽ നന്നായിരുന്നു. ശരിക്ക് നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു വാക്ക്, എല്ലാവർക്കും അറിയുന്ന ഒരു വാക്കാണ് അഡ്വർടൈസ്മെന്റ് വീഡിയോ. അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. എക്സ്പ്ലെയിനർ അനിമേഷൻ വീഡിയോ ഒരുപാട് പേർക്ക് ഒരു ഫെമിലിയർ ആയിട്ടുള്ള വാക്കായിരിക്കില്ല. എന്താണ് നമ്മളുടെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഡ്വർടൈസ്മെന്റ് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിനെ അല്ലെങ്കിൽ ഒരു സർവീസിനെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു വീഡിയോ ആണ്. അതായത് എന്താണ് എന്റെ പ്രൊഡക്റ്റ്, ഏതാണ് എന്റെ പ്രൊഡക്റ്റ്. എക്സാമ്പിൾ, ലെക്സ് ആണ് എന്റെ പ്രൊഡക്റ്റ്. ആ ലെക്സ് എന്നുള്ളതിനെ പിന്നെ എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ്. ആളുകളിലേക്ക്, അതായത് ശ്രദ്ധിക്കാതെ പോകുന്ന വേറെ എന്തെങ്കിലും തിരക്കുള്ള ആളുകളിലേക്ക് ഈ ഒരു പ്രൊഡക്റ്റിനെ എൻഹാൻസ് ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ് അഡ്വർടൈസ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ലെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ചോദ്യങ്ങളില്ല, വേറെ കൺഫ്യൂഷനും ഇല്ല. അപ്പൊ അതുപോലെ ആ പ്രൊഡക്റ്റിനെ വളരെ അതിന്റെ പേര് അല്ലെങ്കിൽ ആ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അല്ലെങ്കിൽ വാട്ട് ഓർ വിച്ച്, ഈ ചോദ്യങ്ങൾക്കുള്ള വൺ വേർഡ് ആൻസർ ആണ്. വാട്ട് ഓർ വിച്ച് എന്നീ ക്വസ്റ്റ്യൻസ് വൺ വേർഡ് ആൻസർ ആയിരിക്കും. എക്സ്പ്ലെയിനർ അനിമേഷൻ വീഡിയോ എന്ന് പറയുമ്പോൾ വൈ ഓർ ഹൗ, ഈ ചോദ്യങ്ങൾക്കാണ് ഉത്തരം കൊടുക്കുന്നത്. വൈ ഓർ ഹൗ, എങ്ങനെയാണ്, എന്തുകൊണ്ടാണ്, എന്തിനാണ് എന്നെല്ലാം ചോദിക്കുമ്പോൾ അവിടെ ഒരു എക്സ്പ്ലനേഷൻ വേണം. അപ്പൊ സാധാരണ ചിലപ്പോ നമ്മളൊരു അഡ്വർടൈസ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ എൻക്വയറി വരുമ്പോൾ അവരോട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ടാവും. നമ്മൾ ആരാണ്, നമ്മൾ എന്താണ് ചെയ്യുന്നത്, അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്, അവരത് ചെയ്തില്ലെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്താണ്, ഇതെല്ലാം നമ്മൾ ഈ കസ്റ്റമേഴ്സിനോട്, ഈ വരുന്ന കസ്റ്റമേഴ്സിനോട് ഒരുപാട് നേരം സംസാരിക്കേണ്ട വരും. ഞാൻ കണ്ടിട്ടുണ്ട് ഒരു സ്ഥാപനം 1 മണിക്കൂറാണ് ഇതുപോലെ സംസാരിക്കുന്നത്. അവരുടെ പരസ്യം കണ്ടു കഴിഞ്ഞാൽ ഫോൺ വിളിച്ച ഒരാളോട് 1 മണിക്കൂറാണ് സംസാരിക്കുന്നത്. അപ്പോ എത്ര നേരം എത്ര ആളുകളോട് ഇതുപോലെ സംസാരിക്കാൻ പറ്റും, എത്ര എഫക്റ്റീവ് ആയിരിക്കും കമ്മ്യൂണിക്കേഷൻ. അത് ഈ സംസാരിക്കുന്ന ആളുകളുടെ ബുദ്ധിമുട്ടുണ്ടാവും, ആ കേൾക്കുന്ന ആളുകൾക്കും അത്ര സമയം കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോ അതുപോലെ വിശദീകരിച്ച് പറയേണ്ട കാര്യങ്ങളെ നമ്മളൊരു അനിമേഷൻ വീഡിയോ പ്രസന്റേഷൻ ആക്കി മാറ്റുന്നു എന്നുള്ളതാണ് എക്സ്പ്ലെയിൻ അനിമേഷൻ വീഡിയോ എന്ന് പറയുന്നത്. ഗ്രേറ്റ്. ഓക്കെ, ശരിക്കും നമുക്കറിയാം ആഡ് വീഡിയോസ് ധാരാളം ഉണ്ട്, അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെയും പ്രോഡക്റ്റുകളുടെയും സർവീസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സാധാരണ വീഡിയോസ് ഉണ്ട്, ഒരു ആങ്കറിനെയൊക്കെ വെച്ച് ചെയ്യുക. അപ്പം ആ ഒരു വീഡിയോയും നമ്മുടെ ഈ എക്സ്പ്ലെയിനർ ആനിമേഷൻ വീഡിയോയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയാമോ? സാധാരണ ഒരു ക്യാമറ കൊണ്ട് ഷൂട്ട് ചെയ്യുന്ന വീഡിയോയും എക്സ്പ്ലെയിൻ അനിമേഷൻ, ഒരു അനിമേഷൻ പ്രസന്റേഷനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ശരിക്ക് വീഡിയോയുടെ പ്രാധാന്യം എന്താണ്, അല്ലെങ്കിൽ ഇമേജിന്റെ പ്രാധാന്യം എന്താ എന്നുള്ളതാണ് ഇതിന്റെ ഫസ്റ്റ് ഒരു പോയിന്റ്. അതായത് നമ്മളുടെ ബ്രെയിൻ കാര്യങ്ങളെ ബ്രെയിനിലേക്ക് സ്വീകരിക്കുന്നത്, നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ സ്വീകരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഒരു 80% ഡാറ്റാസ് ലഭിക്കുന്നത് കണ്ണിലൂടെയാണ്. ബാക്കി 20%-ഓളമാണ് ബാക്കി ഇന്ദ്രിയങ്ങളിലൂടെ, ബാക്കി 4 ഇന്ദ്രിയങ്ങളിലൂടെ ബ്രെയിനിലേക്ക് ലഭിക്കുന്നത്. അപ്പൊ അത്രമാത്രമാണ് കാഴ്ചയിലൂടെ കാഴ്ചക്കുള്ള പ്രാധാന്യം. അതുകൂടാതെ നമ്മുടെ ബ്രെയിനിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ സ്റ്റോർ ചെയ്യുന്നതും ഇമേജറി അല്ലെങ്കിൽ വിഷ്വൽസ് ആയിട്ടായിരിക്കും. അപ്പോ എക്സാമ്പിൾ, ഞാനിപ്പോ ഇവിടെ എന്റെ അടുത്ത് ഒരു പ്രത്യേക രൂപത്തിലുള്ള ഒരു സാധനം ഞാൻ കണ്ട് അത് ഞാൻ താങ്കളോട് പറയുകയാണെങ്കിൽ, എനിക്ക് ഈ കാര്യം എന്റെ ബ്രെയിനിലേക്ക് ഞാൻ ആദ്യം ഇതിനെ മനസ്സിലാക്കി. എന്റെ ബ്രെയിനിൽ ഇതൊരു ഇമേജോ അല്ലെങ്കിൽ വിഷ്വലോ ആയിട്ടായിരിക്കും ഇത് വരുന്നത്. ഞാൻ അതിനെ എൻകോഡ് ചെയ്ത് ലാംഗ്വേജ് ആക്കിയിട്ടാണ് ഞാൻ താങ്കൾക്ക് കൈമാറുന്നത്. അതിനുശേഷം അങ്ങ് അതിനെ ആ
എന്റെ കയ്യിൽ നിന്ന് ലാംഗ്വേജ് ആയിട്ട് സ്വീകരിച്ച ആ ഡാറ്റയെ താങ്കൾ അത് ഡീകോഡ് ചെയ്ത് ഒരു ഇമേജ് ആക്കി മാറ്റുകയാണ് ബ്രെയിനിലോട്ട്. ഓക്കെ. അപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറെ പ്രോസസ്സ് വരുന്നുണ്ട്. ഞാൻ ആദ്യം ഇത് മനസ്സിലാക്കുന്നു, അതിനെ എൻകോഡ് ചെയ്ത് ലാംഗ്വേജ് ആക്കുന്നു. ലാംഗ്വേജിന്റെ പ്രത്യേകത എന്താ വെച്ചെങ്കിൽ, ലാംഗ്വേജ് ഒരുപാട് കാലങ്ങളുടെ എഫർട്ട് മൂലമാണ് അത് ഒരു ലാംഗ്വേജ് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോ പെട്ടെന്നൊരു പുതിയ ലാംഗ്വേജ് പഠിക്കണമെങ്കിൽ ഒരുപാട് സമയം പിടിക്കും. പക്ഷെ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷ്വൽ, ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജ് ആണ്, അല്ലെങ്കിൽ ഒരു നാച്ചുറൽ ലാംഗ്വേജ് ആണ്. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ മെയ്ഡ്, മാൻ മെയ്ഡ് ലാംഗ്വേജ് ആണ്, കൃത്രിമമായ ലാംഗ്വേജ് ആണ്. അപ്പോ അതാണ് ഇമേജിന്റെ പ്രസക്തി. അതായത് ഞാനിപ്പോ ഇവിടെ കണ്ട കാര്യം ഒരുപാട് നേരം സംസാരിച്ചു കഴിഞ്ഞാലാണ് അതിന്റെ ഏകദേശ രൂപം അവിടെ കിട്ടുള്ളൂ. അപ്പോ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിന് പകരം ഒരു ഫോട്ടോയോ വീഡിയോ എടുത്ത നിങ്ങൾക്ക് കാണിക്കുകയാണെങ്കിൽ ആ സെക്കൻഡിൽ അവിടെ അത് മനസ്സിലായി. അപ്പൊ അതാണ് ഇതിന്റെ ഒരു സ്പീഡ് എന്ന് പറയുന്നത്. അതായത് വിഷ്വൽ ടു വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ സ്പീഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി ജെയിംസ് ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് ഒരു വീഡിയോ, സാധാരണ ഒരു വീഡിയോയും അനിമേഷൻ വീഡിയോയും തമ്മിലുള്ള വ്യത്യാസം? സാധാരണ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ എന്തൊക്കെ ഒബ്ജക്റ്റുകളാണോ ഉള്ളത് അതിനെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അതിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ പ്രപഞ്ചത്തിന്റെ പല നിയമങ്ങൾ, ഗുരുത്വാകർഷണ നിയമം പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ നിലവിലുള്ള ഫിസിക്കൽ ആയിട്ടുള്ള ഒബ്ജക്ട്സിന് ബാധകമാണ്. അനിമേഷന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഇപ്പൊ നമുക്ക് കാണിക്കാനുള്ളത് ഒരാളുടെ, എന്റെ ബ്രെയിനിലുള്ള ഒരു കാര്യമാണ് കാണിക്കാനുള്ളതെങ്കിൽ, എന്റെ ബ്രെയിനിലുള്ള ഒരു ഇമേജ് ആണ്, എന്റെ ബ്രെയിനിലുള്ള ഒരു ഐഡിയ ആണ് കാണിക്കാനുള്ളതെങ്കിൽ എങ്ങനെയാണ് നമുക്കൊരു ക്യാമറയിലൂടെ ഷൂട്ട് ചെയ്യാൻ കഴിയാം? സാധ്യമല്ല. അല്ലല്ല. അതെ. എന്റെ ബ്രെയിനിലുള്ള ഒരു ഐഡിയ ഒരിക്കലും ക്യാമറയിലൂടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോ അവിടെയാണ് അനിമേഷന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഗുണം. അതായത് നമ്മളുടെ ബ്രെയിനിലുള്ള ആ കാര്യം നമുക്ക് ഒരു അനിമേഷൻ ആക്കി മാറ്റാം. ആ സെയിം സാധനം നമുക്ക് ഒരു അനിമേഷൻ ആക്കി മാറ്റാൻ കഴിയുന്നതാണ്. അപ്പോ നമ്മളിപ്പോ ഇവിടെ കാണുന്ന ഒരു കാര്യം ഫോട്ടോ എടുത്ത് അയക്കുന്ന അതുപോലെ തന്നെ നമ്മളുടെ ബ്രെയിനിലുള്ള ഒരു കാര്യം വീഡിയോ ആയിട്ടോ ഫോട്ടോ ആയിട്ടോ അയച്ചു കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിട്ട് ക്വിക്ക് കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പോ അതാണ് അനിമേഷൻ ഒരു പ്രധാനപ്പെട്ട ഗുണം. ഐഡിയാസ് അല്ലെങ്കിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് അനിമേഷൻ ആക്കുമ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തായിരുന്നു? ഒരു സെക്കൻഡ്. അപ്പോ അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ ഒബ്ജക്റ്റിന്റെ ഇപ്പൊ പ്രകൃതി നിയമങ്ങൾ, ഇപ്പൊ എക്സാമ്പിൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. നമുക്ക് ഇപ്പോ ഒരു പേപ്പർ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തോട്ട് പറന്നു പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾക്ക് ശരിക്കുള്ള വീഡിയോ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ പേപ്പർ നിലത്തുനിന്ന് മേലോട്ട് പറന്നു പോകണം എന്ന് പറഞ്ഞാലും നമുക്കത് ബുദ്ധിമുട്ടാണ്. നമ്മൾ ഉദ്ദേശിച്ച വഴി കൂടെ ഒന്നും പറന്നു പോകില്ല. അതുപോലെ കാറ്റ് വെച്ച് അതിന് പ്രഷർ കൊടുത്താൽ പോലും. പക്ഷെ അനിമേഷനിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനേയും എന്തും ചെയ്യാമെന്നുള്ളതാണ്. അതായത് ഒരു 100 ഇരട്ടി സാധ്യത അവിടെ കൂടുതൽ കിട്ടുന്നു എന്നുള്ളതാണ്. അതായത് ഇപ്പോ ഒരു ബാഗ് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ആ ബാഗിനെ വെച്ച് നമ്മൾ സംസാരിക്കുന്നതും ആ ബാഗ് തന്നെ കഥ പറയുന്നതും വ്യത്യാസമാണ്. ആ ബാഗിന് ഒരു റോൾ ഉണ്ടെങ്കിൽ ആ ബാഗ് അവിടെ അനിമേഷനിലൂടെ കഥ പറയുന്നു എന്നുള്ളതാണ്. അപ്പൊ ഭയങ്കരമായിട്ട് അതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റും. വീഡിയോയിലാണെങ്കിൽ ആ ബാഗ് കാണിച്ച് നമ്മളാണ് കഥ പറയുന്നത്. അപ്പോ അവിടെ കസ്റ്റമറിന് മനസ്സിലാവുന്ന അല്ലെങ്കിൽ ഓഡിയൻസിന് മനസ്സിലാവുന്നത് ഓഡിറ്ററി ആയിട്ടാണ്. പക്ഷെ അനിമേഷനിൽ അത് വിഷ്വൽ ആയിട്ടാണ്, അതായത് കാഴ്ചയിലൂടെയാണ് മനസ്സിലാവുന്നത്. അത് കാരണം വളരെ ക്വിക്കായിട്ട് കാര്യം മനസ്സിലാവുന്നു, നമ്മുടെ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളത്, കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കസ്റ്റമേഴ്സിന് ഉറപ്പ് കൊടുക്കുന്നത് 80% നിങ്ങളുടെ ഒരു കോൺസെപ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സമയം 80% കുറയ്ക്കാം എന്നുള്ളത്. അത് നിങ്ങളുടെ മാത്രം സമയമല്ല, അത് നിങ്ങളുടെ ഓഡിയൻസിന് അത് മനസ്സിലാക്കി എടുക്കാനുള്ള, നിങ്ങളുടെ കോംപ്ലിക്കേറ്റഡ് ആയ ആശയം മനസ്സിലാക്കി എടുക്കാൻ നിങ്ങളുടെ ഓഡിയൻസ് ചിലവഴിക്കേണ്ടി വരുന്ന സമയവും 80% കുറയ്ക്കാം. അതുകൂടാതെ നിങ്ങളുടെ ഒരു എഫർട്ട്
ഓരോ ആളുകളോടും ഈ കാര്യം സംസാരിക്കുമ്പോൾ എത്രമാത്രം ബുദ്ധിമുട്ടാണ്. അത് അതെ 80% കുറയ്ക്കാൻ കഴിയും എന്നുള്ളതിന് ഉറപ്പ് കൊടുക്കാനുള്ള ഒരു കാരണം, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഉറപ്പ് കൊടുക്കുന്നത് എന്നുള്ളതാണത്. അത് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ ഓഡിയൻസിന്റെയും എഫർട്ട് ഇതുവഴി കുറയ്ക്കാം. കാരണം വിഷ്വലി ആയതുകൊണ്ട് വളരെ ക്വിക്ക് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. അതുകൂടാതെ ഇപ്പോ എനിക്ക് എന്തെങ്കിലും പറയാണ്ട് എന്നോട് ഫോൺ വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ, വീണ്ടും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്നോട് ഫോൺ വിളിച്ച് ചോദിക്കണം, ക്ലാരിറ്റി വരുത്തണം. പക്ഷെ അതിനു പകരം ആ സമയത്ത് എന്നോട് ചോദിക്കുമ്പോൾ ആ സമയത്ത് ഞാൻ വേറെ വല്ല തിരക്കിലോ ആണെങ്കിൽ കൃത്യമായിട്ട് അവിടെ ഉത്തരം കൊടുക്കാൻ പറ്റില്ല. പക്ഷെ നമ്മളൊരു അനിമേഷൻ വീഡിയോ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് എല്ലാ മേഖലയെ കുറിച്ചും കൃത്യമായി പഠിച്ച് അതിനെ ഏറ്റവും കൂടുതൽ ഒരു ഖനനം ചെയ്ത് അതിന്റെ ഏറ്റവും കോർ ആയിട്ടുള്ള കണ്ടന്റ് കണ്ടെത്തി അത് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു എന്നുള്ള ഗയാഹുഡിന്റെ ഒരു സ്പെഷ്യൽ പ്രോസസ്സായ ഗയാഹുഡ് സിംപ്ലിഫൈങ് കോൺസെപ്റ്റ് എന്ന മെത്തേഡിലൂടെ അതിനെ കമ്മ്യൂണിക്കേഷൻ ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ നടത്താം എന്നുള്ളത് വ്യക്തമായി അനലൈസ് ചെയ്ത് ഈ പ്രോസസ്സിലൂടെ കടത്തിവിട്ട് അതിനെ ഏറ്റവും സിംപ്ലിഫൈ ചെയ്തതിനു ശേഷം ഒരു കൂട്ടം പ്രൊഫഷണൽസ് അല്ലെങ്കിൽ അതിന്റെ ഒരു എക്സ്പെർട്സിന്റെ സഹായത്തോടെയാണ് ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. അത് കാരണം ഒരാൾക്ക് ഒരു ഓഡിയൻസ് നമ്മളോട് ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ ഈ വീഡിയോ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിലെല്ലാ കാര്യവും വ്യക്തമായിട്ട് ഉണ്ടാവും എന്നുള്ളതാണ്. കാരണം ഒരു കൂട്ടം പ്രൊഫഷണൽസ് ആണ് ഇതിൽ വർക്ക് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം അവർക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവർക്ക് എപ്പോ വേണമെങ്കിലും ഇതിന്റെ ഒരു ഡൗട്ട് ക്ലാരിഫൈ ചെയ്യുന്നത് ഇത്രയും പ്രൊഫഷണൽസിന്റെ എഫർട്ടാണ് അവിടെ കിട്ടുന്നത്. ഇത്രയും പ്രൊഫഷണൽസ് ആണ് അവരോട് പറയുന്നത്. അതിന് മറിച്ച് നമ്മൾ നേരിട്ട് വിളിക്കുകയാണെങ്കിൽ നമ്മളാണ് ചിലപ്പോ നമ്മൾ ആ കമ്പനിയുടെ ഏതെങ്കിലും ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ചിലപ്പോൾ ഒരു സെയിൽസ് ആണെങ്കിലും എല്ലാ കാര്യവും ചിലപ്പോൾ അറിയണ്ടാവില്ല. ചിലപ്പോൾ അതിന്റെ പ്രസന്റേഷൻ എങ്ങനെയാണ് അവരുടെ ഒരു പരിമിതികൾ ഉണ്ടാവും. പക്ഷെ ഇവിടെ ഒരു കൂട്ടം പ്രൊഫഷണൽസ് ആണ് എപ്പോഴും ഇവരോട് സംസാരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ഫാസ്റ്റിൽ ഏറ്റവും കൃത്യമായിട്ട് ഇവർക്ക് കാര്യം മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. അത് ഏത് സമയത്തും, ഉച്ചയ്ക്കാണെങ്കിലും പകലാണെങ്കിലും രാത്രി കിടക്കാൻ പോകുമ്പോഴാണെങ്കിലും ഇവർക്ക് ചെക്ക് ചെയ്യാം. അതിന് പകരം ഇതുപോലെ ഫോൺ വിളിച്ച് ചോദിക്കാൻ എപ്പോഴും പറ്റില്ല. 1-2 പ്രാവശ്യം മാക്സിമം വിളിക്കാം. അപ്പൊ അത്രയും ക്ലാരിറ്റി ആയിട്ട് അത്രയും ക്ലിയർ ആയിട്ട് ഈ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം. എക്സലന്റ്, സൂപ്പർ. സോ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പം ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കൊരു ഒരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കമ്പനിയോ ഫേമോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഓർഗനൈസേഷൻ്റെ ഭാഗമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എംപ്ലോയീസിനെ നിങ്ങളുടെ നിലവിലുള്ള ഫംഗ്ഷനെ കുറിച്ച് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. അല്ല, അതിന് ട്രെയിനിങ് പീരീഡ് ഉണ്ടായിരിക്കും പുതിയതായിട്ട് കടന്നു വരുന്ന ആൾക്കാർക്ക്. അത് നിങ്ങൾ തന്നെ ഒരുപക്ഷെ ഫിസിക്കൽ ട്രെയിനിങ് എടുക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ റെക്കോർഡഡ് വീഡിയോസ് കൊടുക്കണം. ബട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ഗയാഹുഡിൻ്റെ എക്സ്പ്ലെയിനർ ആനിമേഷൻ വീഡിയോ പോലുള്ളൊരു പ്രോജക്റ്റ് നിങ്ങളുടെ കൈവശം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരുന്ന ആൾക്കാർക്ക് അവരുടെ എൻറ്റയർ സ്ട്രക്ചർ, അല്ലേ, എന്താണ് ആ ഓർഗനൈസേഷൻ നടക്കുന്നുള്ള എൻറ്റയർ സ്ട്രക്ചർ വിതിൻ മിനിറ്റുകൾക്കകം 1-2 മിനിറ്റ് കൊണ്ട് അവരെ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്ന അമേസിംഗ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് എനിക്ക് ഇതിനെ കാണാനായിട്ട് സാധിക്കുന്നത്. ശരിയല്ലേ രേഷേ? അല്ലേ? ശരിയാണ്. അത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലം ശരിയാണ്, തീർച്ചയായും ശരിയാണ്. ഇന്നത്തെ കാലത്തെ അതിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി, അതായത് അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്കൂളിലെല്ലാം ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട്. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കാനായിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അതായത് അവിടുത്തെ കോൺസെപ്റ്റിനെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് പോവാണ് എത്രയോ വർഷങ്ങൾ. എന്നിട്ട് നമുക്കറിയാം എത്രമാത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്, എത്രമാത്രം നമുക്ക് ഓർമ്മ ഉണ്ടെന്നുള്ളത്. അപ്പോ ഇപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ്, അല്ലെങ്കിൽ ഒരുപാട് നോളജ് ആണ് ഓരോ ആളുകൾക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയും പല രീതിയിലും. അപ്പൊ അതിനിടയ്ക്ക് അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് ബിസിയാണ്. നമ്മൾ സ്കൂളിൽ പോയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ പഠിക്കുന്ന പോലെ നമ്മുടെ ഓഡിയൻസിന് പഠിക്കാനുള്ള സമയമില്ല. അപ്പോ എങ്ങനെയാണ് ഒരു സാധാ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ വഴി ഓഡിയൻസ് നമ്മളുടെ ഈ കാര്യം പഠിച്ചെടുക്കുന്നത്? ഈ കാലഘട്ടത്തിൽ ഇത് ഒരു സാധാ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനിലൂടെ നിങ്ങളുടെ ഒരു ആശയം അവിടെ പഠിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ സാധ്യമല്ലാത്തൊരു കാര്യമാണ്. അതുവഴി നഷ്ടപ്പെടുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ എക്സലന്റ് ആയ ഒരു പ്രൊഡക്റ്റ് അവർക്ക് ലഭിക്കാനുള്ള ഒരു വളരെ സുവർണാവസരമാണ് അവിടെ നഷ്ടപ്പെടുന്നത്. നിങ്ങളുടെ ഓഡിയൻസിന് ആ ഒരു പ്രൊഡക്റ്റോ സർവീസോ ഉപയോഗിക്കാനുള്ള ഒരു അവസരമാണ് നഷ്ടപ്പെടുന്നത്. അത്രയും വാല്യൂ അവർക്ക് ലഭിക്കാതെ പോവുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ആർക്കും ഒരു ക്ലാസ്സിൽ ഇരുന്ന് ഇതിനു വേണ്ടി പഠിക്കാൻ സമയമില്ല. അത് കാരണം വളരെ ക്വിക്കായിട്ട് ഇവർക്ക് കാര്യം മനസ്സിലായാൽ മാത്രമേ അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ്. അതെ, എക്സലന്റ്.
ഓക്കെ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മറ്റൊരു കാര്യം, ഇപ്പം നമുക്കൊരു അഡ്വർടൈസ്മെന്റ് വീഡിയോ ആണെങ്കിൽ പോലും നിങ്ങളുടെ ഒരു പ്രോഡക്റ്റിനെയോ സർവീസിനെയോ, അല്ലെങ്കിൽ നിങ്ങളൊരു ഡിജിറ്റൽ കോച്ച് ആണെങ്കിൽ നിങ്ങളുടെ ആശയം എന്താണെന്ന് 1 മിനിറ്റ് കൊണ്ടോ 1.5 മിനിറ്റ് കൊണ്ടോ നിങ്ങൾക്ക് ഒരു വീഡിയോയുടെ രൂപത്തിൽ പ്രസന്റ് ചെയ്യേണ്ടത് വരും. എങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ശരിയായിട്ടുള്ള ഓഡിയൻസ് വരുന്നത്, അല്ലേ? പക്ഷേ ഈ ഒരു എക്സ്പ്ലെയിനർ ആനിമേഷൻ വീഡിയോയുടെ മറ്റൊരു പ്രത്യേകത ഞാൻ നോക്കിയത്, കാരണം ആനിമേഷൻ എന്നുള്ള ആ ഒരു ക്യാരക്ടർ യൂസ് ചെയ്യുമ്പോഴത്തേനും ഇപ്പം പ്രായഭേദമന്യേ കൊച്ചുകുട്ടികളാണെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും മിഡിൽ ക്ലാസ് ഏജുള്ള ആൾക്കാരാണെങ്കിലും അവർ പെട്ടെന്ന് അട്രാക്ട് ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണ് ഈ ആനിമേറ്റഡ് എന്താണ് ക്യാരക്ടർ. അപ്പം അത് ശ്രദ്ധയിൽപ്പെടും. അതുകൂടാതെ അവരുടെ ആ കറക്റ്റ് ആ പ്രോബ്ലം എന്താണോ ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ വിതിൻ സെക്കൻഡുകൾക്കുള്ളിൽ അവർക്ക് കൺവേ ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ലീഡിന്റെ ക്വാളിറ്റി ഒരു വീഡിയോ അഡ്വർടൈസ്മെന്റിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഫിൽട്ടർ ചെയ്തിട്ടുള്ള ക്വാളിറ്റി ലീഡ്സ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് ഈ ഒരു എക്സ്പ്ലെയിൻ ആനിമേഷൻ വീഡിയോ കൊണ്ട് സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഏറ്റവും കൂടുതൽ അതാണ് ഞാൻ ശരിക്കും ഈ ഒരു സെഷൻ തന്നെ രജീഷുമായിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു കാരണം. ഈ ഒരു വീഡിയോ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളൊരു ഡിജിറ്റൽ കോച്ച് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആശയങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അല്ലെ? നിങ്ങളുടെ ആശയങ്ങളെ അതെ, അതെ പറഞ്ഞോ. ഇതില് രണ്ട് രീതിയിലാണ് എക്സ്പ്ലനേഷൻ വീഡിയോ അതിന്റെ ഒരു ഉപയോഗം വരുന്നത്. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്തത്, നമ്മൾ ആരാണ് എന്നുള്ളത്, നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുന്നത് എന്താണ്, അതിലൂടെ അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ് എന്നുള്ളത് ഒരാൾക്ക് മനസ്സിലാവുമ്പോൾ അത് കാണുന്ന ആള് കൃത്യമായിട്ടുള്ള ആളാണെങ്കിൽ, അല്ലെങ്കിൽ അത് കാണുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം എനിക്ക് ഇദ്ദേഹത്തെ അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് ഈ സർവീസ് ഉപകാരപ്പെടുമോ ഇല്ല എന്നുള്ളത്. അപ്പോ അതുവഴി വരുന്ന ആളുകൾ കൃത്യമായിട്ടുള്ള ലീഡുകളായിരിക്കും എന്നുള്ളതാണ്. ലീഡിന്റെ ക്വാളിറ്റി ഭയങ്കരമായിട്ട് കൂടും. അത് മാത്രമല്ല എണ്ണവും കൂടും. കാരണം വളരെ പെട്ടെന്ന് അവർക്ക് മനസ്സിലാവുകയാണ്, വളരെ ഫാസ്റ്റ് ആയിട്ട് അവർക്ക് മനസ്സിലാവുകയാണ് ഇത് എനിക്ക് പറ്റുന്നതാണോ, അല്ലെങ്കിൽ ഞാൻ ഇത് അന്വേഷിച്ചതാണല്ലോ. കൃത്യമായിട്ട് അവർക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. ലീഡുകളുടെ എണ്ണം കൂടും, ലീഡുകളുടെ ക്വാളിറ്റി വളരെയധികം കൂടുന്നതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഗുണം. അപ്പൊ അതാണ് ഇതിന്റെ ഒരു പർപ്പസ്. നല്ലൊരു ലീഡ് ജനറേഷൻ വീഡിയോ ആയിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ്. രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളിലേക്ക് വരുമ്പോൾ നമ്മളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള, അതായത് നമ്മുടെ ഒരു പെയ്ഡ് സർവീസ് അവരെടുക്കുമ്പോൾ ആ പെയ്ഡ് സർവീസിനുള്ളിൽ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ചില പോയിന്റ്സ്, ചില പ്രോസസ്, അത് നമ്മൾ സ്ഥിരമായിട്ട് ആ പ്രോസസ് കുറച്ച് അവർക്ക് മനസ്സിലാക്കാൻ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പോയിന്റ് ആണെങ്കിൽ, ഒരു പ്രത്യേക ഐഡിയ ആണെങ്കിൽ അതും നമുക്ക് ഇതുപോലെ എക്സ്പ്ലാനിമേഷൻ വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോസസ്സ് പിന്നെ ഇവർക്ക് ജസ്റ്റ് ഇത് കൊടുത്താൽ മാത്രം മതി, വളരെ ഫാസ്റ്റ് ആയിട്ട് അവർക്ക് മനസ്സിലാവും. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഡ് ജനറേഷൻ അല്ല, പുതിയ ആളുകൾ വരാനല്ല, വന്ന ആളുകളിലോട്ട് അതിന്റെ ഒരു വാല്യൂ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, വന്ന ആളുകളിലോട്ട് കാര്യം മനസ്സിലാക്കി കൊടുക്കാനാണ്. അപ്പൊ ഇതിനാണ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നല്ല ക്വാളിറ്റി ലീഡ്സ് കിട്ടാൻ, രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ന ആളുകൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ. ഇങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട ഒരു പർപ്പസ് ആണ് ഇതിന് നിർവഹിക്കാനുള്ളത്. അതെ, എക്സലന്റ്. അതെ, തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളൊരു ഡിജിറ്റൽ കോച്ച് ആണെങ്കിൽ, അല്ലെ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് തന്നെ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നൊരു സംഭവമാണ് ഈ ഒരു ഗയാഹുഡിന്റെ എക്സ്പ്ലെയിനർ ആനിമേഷൻ വീഡിയോ. കാരണം നിങ്ങളുടെ ലീഡ് ക്വാളിറ്റി ഈ ഒരു പ്രോസസ് ഈ ഒരു ആനിമേറ്റഡ് വീഡിയോ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ലീഡ് ക്വാളിറ്റി ഹൈ ആയിരിക്കും. അതുകൂടാതെ നിങ്ങളുടെ പ്രോസസ്സിനെ കുറിച്ച് എന്താണെന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങളുടെ പെയ്ഡ് കസ്റ്റമേഴ്സിനെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് വിതിൻ സെക്കൻഡുകൾക്കുള്ളിൽ, അല്ലെ ഒരു മിനിറ്റിൽ താഴെയുള്ള ഒരു എക്സ്പ്ലെയിൻ ആനിമേഷൻ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് സാധിക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് മറ്റുള്ള ഒരു ഫിസിക്കൽ കൈൻഡ് ഓഫ് പ്രോഡക്റ്റുകളോ ഏതെങ്കിലും നിലവിൽ എക്സിസ്റ്റിംഗ് ബിസിനസ്സോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിന് നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കാനായിട്ട് സാധ്യമാകുന്ന ഒരു അമേസിംഗ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് എക്സ്പ്ലെയിനർ ആനിമേഷൻ വീഡിയോ. അതെനിക്കൊന്ന് രജീഷ് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടീമാണ് അവർക്കുള്ളത്. അത് കാരണം നമ്മൾ ഓൾറെഡി 2-3 പ്രോജക്റ്റുകൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഓൾറെഡി നല്ല ഹൈ ക്വാളിറ്റി ലീഡ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു, ആൾക്കാർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുന്നു. ഇപ്പം എൻ്റെ പ്രോജക്റ്റ് രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വളരെ സന്തോഷം. ഓക്കെ, അപ്പം ഈ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിൽ അങ്ങയുടെ ഒരു ഡെഡിക്കേഷൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷനിൽ ഞാൻ വിളിച്ചിട്ട് വന്നതിൽ വളരെയധികം നന്ദി. ഓക്കെ രജീഷ്, അപ്പോൾ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. വലിയ രീതിയിലുള്ള ഉയരങ്ങളിലേക്ക് ഗയാഹുഡ് എത്താനായിട്ട് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എനിക്ക് ഇങ്ങനത്തെ ഒരു അവസരം ലഭിച്ചതിന്, ഇതുപോലെ അങ്ങയോട് കാര്യങ്ങൾ വളരെ വിശദമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഞാനും സന്തോഷിക്കുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു.